നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള ICICI ബാങ്ക്, HDFC ബാങ്ക്, റിലയൻസ് തുടങ്ങിയ കമ്പനീസിലെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കാരണം ഇന്നലെ നിഫ്റ്റി 24,000 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോൺ ക്രോസ് ചെയ്ത് 24,235 ഇപ്പോൾ നിഫ്റ്റി വിശ്രമിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം എന്ന് വേണം പറയാൻ. കാരണം FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 1.55 lakh crores സെല്ലിങ്ങിന് ശേഷം ഏകദേശം ഒരു 2 മാസം അടക്കുന്നുണ്ട് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സിംഗിൾ ബൈ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു സിംഗിൾ ബൈ നടന്ന ദിവസമാണ് ഇന്നലെ. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു മഹാരാഷ്ട്ര ഇലക്ഷൻ FIIsൻ്റെ ഇവരുടെ ചിന്തകൾക്ക് ഒരു ടേൺ ആകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കാരണം ദേശീയ തലത്തിൽ നേടിയ വലിയൊരു വിജയമാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ നഗരമാണ്. ഇന്ത്യയുടെ GDPയിലേക്ക് വലിയ തോതിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുമെന്ന ഉള്ള കാര്യം നമ്മൾ ഈ റിസൾട്ട് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ പല തവണകളായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ FIIസിന് അവരുടെ മനം മാറി ബൈ നടത്തി എന്നുള്ള ഒരു വലിയൊരു വാർത്തയാണ് ഇന്നലെ ഉണ്ടായത്. നിഫ്റ്റി റാലി ചെയ്യുക അതല്ല, അതിലുപരി FIIസിൻ്റെ ഒരു കൺസേൺ ഈ ഒരു മഹാരാഷ്ട്ര ഇലക്ഷൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു കൺസേൺ മാറി എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. DIs ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 6,900 കോടി രൂപയുടെ സെല്ലിങ് DIs നടത്തി. പക്ഷേ DIs എത്ര വമ്പൻ പ്രോഫിറ്റിലാകും DIs സെല്ല് ചെയ്തിട്ടുണ്ടാവുക? ഏറ്റവും ഡിപ്പിൽ തൊട്ട് വാങ്ങിയ ആളുകളാണ് DIs. അപ്പോൾ അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് നൽകുന്നത്. മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരൊരു 100% പ്രോഫിറ്റിലായിരിക്കാം അവർ ഇന്നലെ സെല്ല് ചെയ്തിട്ടുണ്ടാവാം. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, $93,000, ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് 2,610, ഇന്ത്യ വിക്സ് 15 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റൊക്കെ നെഗറ്റീവ് തന്നെയാണ്. ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റാണ് ഏറ്റവും താഴെ കാണുന്നത്. ഏറ്റവും താഴെ കാണുന്ന 5 ഇൻഡെക്സ്, ആദ്യത്തെ 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. പിന്നീടുള്ളത് ഡോയും നാസ്ഡാക്കും, അതും പോസിറ്റീവാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ പോസിറ്റീവായാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. HDFC, വിപ്രോയും എല്ലാം തന്നെ. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് 24,000 സ്പോട്ടുള്ളത്. പുട്ടാണ് കൂടുതൽ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. PCR ഏറ്റവും ടോപ്പിൽ 1.1 കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും 23,000 ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. 1000 പോയിൻ്റ് അകലെയൊക്കെയാണ് ആളുകൾ ഷോർട്ട് ചെയ്യാനായിട്ട് ധൈര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിനുശേഷം ഒട്ടും പുട്ട് റൈറ്റിംഗ് വലിയ തോതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടിയും ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് സപ്പോർട്ടായിട്ടൊന്നും ആക്ട് ചെയ്യുന്നില്ല. കോൾ റൈറ്റിംഗും താരതമ്യേന കുറവാണ്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാണെങ്കിൽ ആദ്യം പവർ ഗ്രിഡാണ്. പവർ ഗ്രിഡിന് ഒരു ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. IDFC ഫസ്റ്റ് ബാങ്ക് പുതിയ ഇവരുടെ നീരജ് നായിഡു എന്ന് പറയുന്ന ഇവരുടെ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. വിപ്രോനെ സംബന്ധിച്ചുള്ള ന്യൂസ്, വിപ്രോയുടെ ഓംകാർ നിസാൽ യൂറോപ്പ് മേഖലയിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് CFO ആയിട്ട്. L&T ഫുഡ് സൗദി അറേബ്യയിലേക്ക് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അശോക് ബിൽഡ്കോൺ കമ്പനി 1,400 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ്റ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ പിയാജിയോ വെഹിക്കിളായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വെറോണ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഓഫർ ഫോർ സെയിലിലൂടെ 8.3% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ്. BHEL കമ്പനി കഡ്വ റിന്യൂവബിൾ എനർജി സോൺ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഇവർ സൈൻ ചെയ്തു. ന്യൂ ഇന്ത്യ അഷുറൻസിന് ടാക്സ് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1,945 കോടി രൂപയുടെ ടാക്സ് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഇവരുടെ ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. AGE ഇൻഫ്ര കമ്പനി December 2 സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക്രാഫ്റ്റ് കമ്പനി ഇവരുടെ പുതിയ അയൺ ഫാക്ടറി ഇവർ ഉദ്ഘാടനം നടത്തി. സൊമാറ്റോ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് 8,500 കോടി രൂപ. ഹിറ്റാച്ചി എനർജി കമ്പനി പവർ ഗ്രിഡായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ്. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇവരുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. BHEL കമ്പനിക്ക് പവർ ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. പൊസിഷൻ എനർജി കമ്പനി ഇവരുടെ ഒരു 5-year ടെന്യൂർ ആയിട്ടുള്ള ഒരു പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ന്യൂസ്. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ന്യൂസ് പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.